പുത്തംപുരക്കിലെത്തിയ ലക്ഷ്മിയെ എല്ലാവരും വളരെ സ്നേഹത്തോടെ തന്നെയാണ് സ്വീകരിച്ചത്. കിഷോർ തന്നെയാണ് അവളെ വീൽ ചെയറിൽ ഉരുട്ടി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവളെ തൻ്റെ മുറിയിലാക്കിയ ശേഷം താങ്ങി പിടിച്ച് ബെഡിലിരുത്തുമ്പോഴും ലക്ഷ്മി അവനെ ഒന്ന് നോക്കുപോലും ചെയ്തില്ല എന്നത് അവൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റൽ പോലെ തോന്നി. അന്നേരം മുറി വിട്ടിറങ്ങിയ കിഷോർ പിന്നീട് മുറിയിലേക്ക് തിരിച്ചു വന്നത് കിടക്കാൻ നേരാണ്. അന്നേരം ലക്ഷ്മി ചെറിയ മയക്കത്തിലായിരുന്നു. അവൻ്റെ കാലൊച്ച കേട്ടതും ലക്ഷ്മി പതിയെ കണ്ണു തുറന്നു എഴുന്നേറ്റിരുന്നു. ലച്ചു. വർഷങ്ങൾക്ക് ശേഷം അവനിൽ നിന്നും ആ വിളി കേട്ടതും ലക്ഷ്മിക്ക് മുഖമുയർത്തി നോക്കാതിരിക്കാനായില്ല. അന്നേരം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ? ഞാൻ എങ്ങനെയും ജീവിച്ചു പോവായിരുന്നില്ലേ? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എനിക്കൊരു ഭാര്യ ആവാനോ ഭാര്യയുടെ കടമ നിറവേറ്റാനോ പറ്റില്ല. എന്തിന് എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള കഴിവ് പോലുമില്ല. ലക്ഷ്മി നിറകണ്ണാലെ പറഞ്ഞു. എനിക്ക് കിച്ചുവേട്ടനെ ഒരിക്കലും മറ്റൊരു രീതിയിൽ കാണാൻ പറ്റില്ല. അത് കേട്ടതും കിഷോർ വേദന നിറഞ്ഞൊരു ചിരി സമ്മാനിച്ചു. ലച്ചുവിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അശോകേട്ടനാണല്ലേ? ഉള്ളിലെ സങ്കടം പുറത്ത് കാട്ടാതെ കിഷോർ ചോദിച്ചു. ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. ഈ മൗനം അതെന്നോട് പലതും പറയുന്നുണ്ട് ലച്ചു. അല്ലെങ്കിലും ഈ പ്രായത്തിൽ ഞാൻ തന്നെ കിട്ടിയത് താൻ പറഞ്ഞ പോലെ ഒന്നിനു വേണ്ടിയല്ലടോ. നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി. ഇരു കുടുംബവും ഒന്നാവട്ടെ എന്ന് കരുതി. എന്നോ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സൗഹൃദം തിരിച്ചു കിട്ടുമെന്ന് കരുതി. അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കാനും പോണില്ല. ഈ മുറിക്കുള്ളിൽ നമുക്ക് നല്ല സുഹൃത്തുക്കളായി കഴിയാം. അതിൻ്റെ കൂടെ ലച്ചുവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള അവകാശം അതെനിക്ക് തന്നേക്കണം കേട്ടോ. കിഷോർ പറയുന്നത് കേട്ടതും ലക്ഷ്മി അവനെ നോക്കി വേദനയോടെ കണ്ണുനീർ പൊഴിച്ചു. ഇങ്ങനെ കരയല്ലടോ, ആ കണ്ണൊന്ന് തുടച്ചേ. അത് കേട്ടതും ലക്ഷ്മി കണ്ണുകൾ അമർത്തി തുടച്ചു ചിരിക്കാൻ ശ്രമിച്ചു. അന്നേരാണ് അവൻ അവളുടെ കയ്യിലേക്ക് ഒരു പുസ്തകം വെച്ചു കൊടുക്കുന്നത്. ഉറക്കം വരുന്നില്ലെങ്കിൽ ഇത് വായിച്ചോളൂ എന്നും പറഞ്ഞ് അവൻ മുറിയിലെ ബാൽക്കണി ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ നേരം ലക്ഷ്മി പിന്നിൽ നിന്ന് വിളിച്ചു. കിച്ചുവേട്ടാ. അവളുടെ ആ വിളിയിൽ അവൻ്റെ മനസ്സ് കുളിരണിയുന്നത് അവൾ അപ്പോഴും തിരിച്ചറിഞ്ഞില്ല. ഒന്ന് മൂളിക്കണ്ടവൻ തിരിഞ്ഞു നോക്കി. കിച്ചുവേട്ടൻ കിടക്കുന്നില്ലേ? ഇല്ല, എനിക്കിപ്പോഴൊന്നും ഉറക്കം വരില്ല. ലച്ചു ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നോളൂ. പിന്നെ ഞാൻ കൂടെ കിടക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഞാൻ ആ സോഫയിൽ കിടന്നോളും എന്നും പറഞ്ഞ് അയാൾ പുറത്തിറങ്ങിയതും ലക്ഷ്മി അവൻ കൊടുത്ത പുസ്തകത്തിൻ്റെ പുറം ചട്ടം ഒന്ന് നോക്കി. നീഹാരമായി. രചന. ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു. താൻ ഇത്രയും നാൾ ആരുടെ പുസ്തകങ്ങളാണോ തിരഞ്ഞത്? ആളുടെ പുതിയ നോവൽ. പക്ഷേ ഇതെങ്ങനെ? വിപണിയിൽ ആളുടെ പുസ്തകമൊന്നും ലഭ്യമല്ല. കിച്ചുവേട്ടന് മാത്രം ഇതെങ്ങനെ എന്നും മനസ്സിൽ കരുതി പേജുകൾ മറിച്ച് വായിക്കാൻ തുടങ്ങി. ഇതേ സമയം ബാൽക്കണിയിൽ നിന്ന് വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന കിഷോറിൻ്റെ നെഞ്ചിൽ എവിടെയോ ഒരു കുഞ്ഞു നൊമ്പരം. ലക്ഷ്മിയിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും അശോകേട്ടനോട് ഇപ്പോഴും പ്രണയമാണോ എന്ന് ചോദിച്ചപ്പോഴുള്ള ആ മൗനം, അതിലുണ്ടായിരുന്നു തനിക്കുള്ള ഉത്തരം. ഒന്നിനും വേണ്ടിയായിരുന്നില്ല ഈ വിവാഹം. എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാലോ. മുറിവേറ്റ അവളുടെ മനസ്സിന് ഒത്തിരി ആശ്വാസം കൊടുക്കാൻ തനിക്ക് പറ്റുമെങ്കിൽ അത് തനിക്കും ഒരുപാട് സന്തോഷം നൽകും എന്നൊക്കെയും തോന്നിയിരുന്നു. കിഷോർ ആഞ്ഞൊരു ശ്വാസം വലിച്ചു അവിടെ ഉണ്ടായിരുന്ന സ്വിംഗ് ചെയറിൽ വന്നിരുന്നു കണ്ണടച്ച് കിടന്നു. മുഖത്തിത്തിരി നാണൊക്കെയും ഫിറ്റ് ചെയ്തുകൊണ്ട് അബി സിദ്ധുവിന് നേരെ പാൽ ഗ്ലാസ് നീട്ടിയതും സിദ്ധു അവളെ കലിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, അവളുടെ അമ്മൂമ്മയുടെ ഒരു പാല്. അയ്യോ സിദ്ധുവേട്ട, ഇത് അമ്മൂമ്മയുടെ പാലൊന്നുമല്ല, നല്ല നാടൻ പശുവിൻ പാലാ. കുടിച്ചിട്ട് ബാക്കി എനിക്ക് തരൂന്നേ. എനിക്കൊന്നും വേണ്ട നിന്റെ പാല്, വേണമെങ്കിലേ നീ തന്നെ അങ്ങ് ഒറ്റയ്ക്ക് കുടിച്ചാൽ മതി. അയ്യോ സിദ്ധുവേട്ട, അങ്ങനെ പറയല്ലേ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, ഇത് കുടിച്ചിട്ട് വേണം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാൻ. അവളുടെ ഒരു ഫസ്റ്റ് നൈറ്റ്? ദേ അഭിരാമി, എന്നെ കൊണ്ടതും പറയിപ്പിക്കരുത്. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അവൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വന്നിരിക്കുന്നു. ഇത്രയും നേരം ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ അബിക്ക് അവൻ അവസാനം പറഞ്ഞത് കേട്ട് ചൊറിഞ്ഞു വരാൻ തുടങ്ങി. ഇയാൾ കുറേ നേരമായല്ലോ മോന്തേ വീർപ്പിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഇയാൾക്ക് അവളെ കെട്ടാൻ പറ്റാത്തതിൻ്റെ വിഷമാണോ? ആണെന്ന് കൂട്ടിക്കോ. സിദ്ധുവും വിട്ടുകൊടുത്തില്ല. എങ്കിലേ ആ വിഷമം ഇനി വേണ്ട. അവളിപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. പാവം എൻ്റെ ഏട്ടൻ എനിക്ക് വേണ്ടി എല്ലാവരുടെ മുന്നിലും നാണം കെട്ടും. അവളുടെ ഒരു ഏട്ടൻ? നീയും കണക്കാ, നിന്റെ ഏട്ടൻ കണക്കാ. മനുഷ്യൻ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തിയപ്പോൾ രണ്ടിനും തൃപ്തിയായല്ലോ. എന്നിട്ട് അവസാനം അവൻ കയറി അവളെ കെട്ടി അങ്ങ് സ്കോർ ചെയ്യുകയും ചെയ്തു. ഓഹോ, അപ്പം എൻ്റെ ഏട്ടൻ സ്കോർ ചെയ്തതിൻ്റെ അസൂയാണല്ലേ? ആൺപിള്ളേരായാലേ അങ്ങനെ സ്കോർ ചെയ്തെന്നൊക്കെ ഇരിക്കും. അല്ലെങ്കിലും ഞങ്ങളുടെ തറവാട്ടിലെ ആൺപിള്ളേരെ പുലിക്കുട്ടികളാ. ബുദ്ധിയാണ് സാറേ അവരുടെ മെയിൻ. അല്ലാതെ വല്ലോരെയും പോലെ ചുമ്മാ മസിലും പെരുപ്പിച്ചിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ പുലിക്കുട്ടികൾ, അതും നിന്റെ ഏട്ടൻ. ദേ എൻ്റെ ഏട്ടനെ പറഞ്ഞാലുണ്ടല്ലോ
പറഞ്ഞാൽ നീ എന്തു ചെയ്യും? എന്നാ ഒന്നുകൂടി പറഞ്ഞു നോക്ക്. എന്നാ കേട്ടോ, നീയും കഴുത, നിന്റെ ഏട്ടൻ കഴുത, നിന്റെ വീട്ടുകാർ മുഴുവൻ കഴുതകളാ. നിന്റെ കുടുംബം തന്നെ ഒരു കഴുത കുടുംബമാണ്. സിദ്ധു പറഞ്ഞത് കേട്ടതും അബിക്ക് ചൊറിഞ്ഞു കയറി വന്നു. എന്താ പറഞ്ഞത്? എൻ്റെ വീട്ടുകാർ കഴുതകളാണെന്നല്ലേ? താൻ ധൈര്യം ഉണ്ടെങ്കിലേ ഒന്നുകൂടെ പറഞ്ഞേ. എന്നാ കേട്ടോ, നിന്റെ വീട്ടുകാർ മൊത്തം കഴുതകളാണെന്ന്. എ ഡോങ്കി ഫാമിലി, അതിലെ മരക്കഴുതയാണ് നീ. ഇതോടുകൂടി അബിക്ക് കാലി കയറി വന്നു. അവളെ സിദ്ധുവിൻ്റെ കൈ നോക്കി നല്ല ഒന്നാന്തരം കടി കൊടുത്തു. അവൻ്റെ കയ്യിൽ നിന്നും ചോര പൊടിയും വരെ അവൾ പിടിവിട്ടില്ലായിരുന്നു. വേദന കൊണ്ട് സിദ്ധുവിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നതും അവൾ പിടിവിട്ടു. ഡി പട്ടി, പട്ടി നിങ്ങളുടെ കുഞ്ഞമ്മ. ഇത്തരം സിറ്റുവേഷനിലേ ഞാൻ തന്തക്ക് വിളിക്കാറാണ് പതിവ്. ഇതിപ്പോൾ എൻ്റെ അമ്മായച്ചനായിപ്പോയില്ലേ, അതുകൊണ്ടേ കുഞ്ഞമ്മയിൽ ഒതുങ്ങി. ദേ മനുഷ്യ എന്നെ കയറി ചൊറിയാൻ വന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞു ഒറ്റ വലിക്ക് പാലും എടുത്ത് കുടിച്ച് അവൾ ബെഡിൻ്റെ ഒരു സൈഡിൽ കയറി കിടന്നു. ഡി, ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ ബെഡിൽ കയറി കിടക്കുന്നത്? തറയിൽ കിടക്കടി കുരുപ്പേ. ഒന്ന് പോടോ, തറയിൽ പായ വിരിക്കാൻ ഇത് പുതിയ കണ്ണീർ പരമ്പര ഒന്നുമല്ല. ഞാൻ ഇവിടെ കിടക്കുള്ളൂ. ഇനിയിപ്പോൾ തനിക്കിവിടെ കിടക്കാൻ ബുദ്ധിമുട്ടാണേലേ താൻ പോയി തറയിൽ കിടന്നോ, എനിക്കൊരു പ്രശ്നവുമില്ല. ഡി 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 ഒന്ന് പോടോ, അല്ലേലും എനിക്കിത് തന്നെ വേണം. ഇതുപോലെ ഒരുത്തനെ കെട്ടാൻ വേണ്ടിയാണല്ലോ ഞാൻ നേർച്ചയും വഴിപാടൊക്കെ നടന്നത്. ഇതാണ് പറയുന്നത് വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്ന്. എൻ്റെ ഒരു തലയിൽ എഴുത്തേ. ആ കുട്ടി തലനാഴികയ്ക്കിടയിലാണ് രക്ഷപ്പെട്ടത് എന്നും പറഞ്ഞ അബി അവന് നേരെ പുച്ഛം വാരി വിതറി മൂടി പുതച്ച് കിടന്നതും വേറെ വഴിയില്ലാതെ സിദ്ധുവും ബെഡിൻ്റെ മറ്റേ വശത്ത് മുഖം തിരിഞ്ഞു കിടന്നു. ഇതേ സമയം ആകാശ് മണിയറയിലേക്ക് കയറി ചെന്നതും ബെഡിലിരിക്കുകയായിരുന്ന മാളു അവനെ കണ്ട് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. അത് കണ്ട് ആകാശ് വിചാരിക്കുകയാണ്, അപ്പം എന്നോട് ബഹുമാനമൊക്കെയുണ്ട്, ഇല്ലാതിരിക്കില്ലല്ലോ. കല്യാണം മുടങ്ങിയപ്പോൾ സ്വന്തം ജീവിതം കൊടുത്ത് രക്ഷിച്ചവനല്ലേ, ആ ഒരിത് കാണാതിരിക്കില്ല. ഒരടി കിട്ടിയാലെന്താ? കാര്യങ്ങളൊക്കെയും ഭംഗിയായി അവസാനിച്ചല്ലോ. അബിക്ക് സിദ്ധുവിനെയും കിട്ടി, എനിക്ക് സിദ്ധു അളിയൻ്റെ മുന്നിൽ ഷൈൻ ചെയ്യാനും പറ്റി. കൂടെ ചുളുവിൽ ഒരു സുന്ദരി പെണ്ണിനെ തനിക്ക് കിട്ടുകയും ചെയ്തു. മണ്ടനു പോയി പൊട്ടനു പോയി ബോട്ട് കിട്ടി ഐലേസ എന്ന പാട്ട് പാടി ഡാൻസ് കളിച്ചാലോ എന്നവർ അവൻ അന്നേരം തോന്നാതിരുന്നില്ല. പക്ഷേ ഇവളുടെ മുന്നിൽ ഇത്തിരി ജാടയിട്ട് നിന്നേക്കാം എന്ന് കരുതി കൃത്രിമ ഗൗരവത്തിൽ അവൾക്കരികിൽ എത്തിയതും അവൾ അവനെ നോക്കി മനോഹരമായി ചിരിച്ചതും എൻ്റെ സാറേ, പിന്നെ അവൻ ചുറ്റുള്ളതൊക്കെ അങ്ങ് വിസ്മരിച്ചു പോയി. ഉള്ള ജാടയൊക്കെ കളഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കളറാക്കാൻ തന്നെ തീരുമാനിച്ചു. ആകാശ് ടേബിളിൽ വെച്ചിരിക്കുന്ന പാൽ ഗ്ലാസ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിയപ്പോൾ നാണത്തോടെ അവളത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തതും ആകാശ് കിളി പോയി നിൽക്കുവാണ്. നല്ല പാല്, പക്ഷേ എനിക്ക് മധുരം ഇട്ടിട്ടാ കുടിച്ച ശീലം. നാളെ മുതൽ മധുരം ഇട്ട് തന്നാ മതിട്ടോ എന്നും പറഞ്ഞ് അവൾ ചുണ്ടുകൾ അമർത്തി തുടച്ചതും ആകാശിൻ്റെ ബാക്കിയുള്ള കിളികളും പോയി. എന്താ പേര് പറഞ്ഞത്? ആകാശ് ചോദിച്ചു. ഞാനതിന് പറഞ്ഞില്ലല്ലോ. എന്നാ ഇപ്പൊ പറ. മാളവിക. മാളൂന്ന് അമ്മ വിളിക്കും, മാളൂട്ടീന്ന് അച്ഛൻ വിളിക്കും, മാളൂസേന്ന് ഏട്ടായി വിളിക്കും, മാളുകുട്ടാന്ന് അച്ഛൻ വിളിക്കും, ഡി മാളുവേന്ന് അപ്പുറത്തെ വീട്ടിലെ മനുവേട്ടൻ വിളിക്കും. ഇത് കൂടി കേട്ടതോടെ ആകാശിന് എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ എന്നൊരു തോന്നി തുടങ്ങി. അവളുടെ വിളിപ്പേര് ലിസ്റ്റ് നീളുന്നത് കണ്ടതും ആകാശ് പറഞ്ഞു, ആ മതി 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 മനസ്സിലായി. അല്ല, ഈ അപ്പുറത്തെ വീട്ടിലെ മനുവേട്ടൻ എന്ന് പറയുമ്പോൾ ആരായിട്ട് വരും? ആകാശിന് ചെറിയൊരു സംശയം. മനുവേട്ടൻ അറിയില്ല? നമ്മുടെ മീനുവിൻ്റെ ചേട്ടൻ. മീനുവോ? മീനുവിനറിയില്ലേ? അറിയാം, മനുവിൻ്റെ അനിയത്തിയല്ലേ. തൽക്കാലം അതൊക്കെ വിട്. നീ എന്തിനാ പാല് മുഴുവൻ കുടിച്ചത്? അത് പകുതി എനിക്കായിരുന്നു. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് മാളുവിന് അറിയില്ലേ? അയ്യോ, ചേട്ടന് വേണമായിരുന്നോ? സോറി കേട്ടോ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണോ? ആദ്യ രാത്രി. ആകാശ പ്രത്യേക താളത്തി പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എന്തുവാ? ഇത് കേട്ടതും ആകാശ് വീണ്ടും ചെറുതായി ഒന്ന് ഞെട്ടി. ഓ, ഒന്നും അറിയാത്ത പോലെ, കൊച്ചു കള്ളി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ട്ടാ എന്നും പറഞ്ഞ് അവളുടെ കവിൾ പിടിച്ച് ചെറുതായി വലിച്ചതും അടുത്ത നിമിഷം അവൾ നാഗവല്ലിയായി മാറുകയായിരുന്നു. ഡാ, നീ എൻ്റെ കവിൾ പിടിച്ച് വലിക്കുമല്ലേടാ എന്നും പറഞ്ഞ് ആകാശിൻ്റെ ഇരു കവിളും പിടിച്ച് വലിച്ചതും അവൻ വേദന കൊണ്ട് നിലവിളിച്ചു പോയിരുന്നു. ഇപ്പോൾ ആകാശിന് ഏറെക്കുറെ എന്തൊക്കെയോ വ്യക്തമായി. വട്ടാണല്ലേ? ആകാശിൻ്റെ ചോദ്യം കേട്ട് മാളു നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ എന്താ? എന്നോട് എല്ലാവരും അങ്ങനെ ചോദിക്കും. ഇതോടുകൂടി ആകാശിൻ്റെ ഫ്യൂസ് അടിച്ചു പോയി. എടാ സിദ്ധു, നീ അറിഞ്ഞോ? ഞാൻ പെട്ടടാ. ആകാശ പ്രത്യേക താളത്തിൽ പറഞ്ഞു പോയി. ആകാശേട്ടാ, അങ്ങനെ പറഞ്ഞാൽ എന്താ? മാള് വിടാൻ തയ്യാറല്ല. അങ്ങനെ പറഞ്ഞാൽ കുന്തം. ദൈവമേ, എങ്ങാണ്ടോ പോയ പണി ഇരന്ന് വാങ്ങേണ്ട വല്ല ആവശ്യവും എനിക്കുണ്ടായിരുന്നു.
ഡാ പട്ടി സിദ്ധു, നീ അവിടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുമായിരിക്കും അല്ലേ? എനിക്കിവിടെ ലാസ്റ്റ് നൈറ്റാടാ തെണ്ടി. ദൈവമേ, ആരുമില്ലേ എനിക്കിവിടെ ഇതൊന്ന് പറഞ്ഞ് കരയാൻ? ആകാശ് ആരോടൊന്നില്ലാതെ പറഞ്ഞു. ആകാശ് ഏട്ടാ, എന്താ ആലോചിക്കുന്നത്? എനിക്ക് ഉറക്കം വരുന്നു. അതിന് ഞാൻ എന്ത് വേണം? എന്നെ ഉറക്കിത്താ. വേണമെങ്കിൽ പോയി കിടന്നുറങ്ങടി പെണ്ണെ. അത് കേട്ടതും അവൾ കൊച്ചു കുഞ്ഞിനെ പോലെ ഉറക്കെ കരയാൻ തുടങ്ങി. ഇത് കേട്ട് എല്ലാവരും വന്നാൽ നാണക്കേടാണെന്ന് കരുതി വേറെ വഴിയില്ലാതെ ആകാശ് ഉറക്കിത്തരാമെന്ന് സമ്മതിച്ചു. അവളോട് പോയി ബെഡിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ അവൾ വീണ്ടും വാശി പിടിച്ചു. തന്നെ എടുത്തുകൊണ്ടുപോയി ബെഡിൽ കിടത്താൻ പറഞ്ഞു. അന്നേരം സിദ്ധുവിനെ പ്രാഗിക്കൊണ്ട് ആകാശ് അവളെയും കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് നടന്നു. അവളെ ബെഡിൽ പതിയെ കിടത്തി അവളോട് ചേർന്ന് കിടന്നതും അവൾ അവൻ്റെ നെഞ്ചോടട്ട് ചേർന്ന് കിടന്നു. വൈകാതെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഉറങ്ങി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി നേരെ കിടത്താൻ നേരം ആകാശ് ചിന്തിച്ചു പോയി. മാസ് കാണിച്ച് കെട്ടാൻ പോയാൽ ഇത് ഇങ്ങനെ ഇരിക്കും. വൈകാതെ അവനും നിദ്രയെ പുൽകി. ജീവ ആരു ഫസ്റ്റ് നൈറ്റ്. തങ്ങളുടെ പുതിയ വില്ലയിലായിരുന്നു ഇരുവരുടെയും ആദ്യ രാത്രി. കാൻഡിൽ ലൈറ്റ്സിനാലും ഫ്രഷ് ഫ്ലവേഴ്സിനാലും അതിമനോഹരമായി അലങ്കരിച്ച മണിയറയിൽ ഇരുവരും പുണർന്നങ്ങനെ നിൽക്കുവാണ്. ഏറെ നേരത്തെ ആലിംഗനത്തിന് ശേഷം ജീവ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ താടി മെല്ലെ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, ആദ്യ, ഇങ്ങനെ അങ്ങ് നിന്നാ മതിയോ? ദേ സമയം പോകുന്നു. പൊക്കോട്ടെ, എനിക്ക് നേരം പുലരുവോളം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കണം. ആരു ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിൽ തല ചായച്ചുകൊണ്ട് പറഞ്ഞു. അതിന് വെച്ച് വെള്ളം അങ്ങ് മോളി വാങ്ങി വെച്ചേക്ക്. 2 മാസത്തിനുള്ളിൽ 2 തവണ കെട്ടി. ഇതിപ്പോൾ 2ാമത്തെ ഫസ്റ്റ് നൈറ്റാണ്. 1ാമത്തത് ശോകായിരുന്നേ, 2ാമത്തത് പൊലിപ്പിക്കാം എന്ന് കരുതി തന്നെയാ നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അത് കേട്ടതും അവളുടെ മുഖം ചുവന്നു തുടുത്തു. ആദ്യ, എനിക്കിന്ന് നിന്നെ മുഴുവനായും വേണം. ജീവ പറയുന്നത് കേട്ടതും ആരും ഒരു തരം വിറയലോടെ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവനൊന്ന് നോക്കി. ആ നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ കോർത്തു. ആദ്യ അവളുടെ മൂക്കിലൂടെ പതിയെ വിരലോടിച്ചുകൊണ്ട് താഴേക്ക് വന്നു ചുണ്ടിനെ തഴുകിക്കൊണ്ട് വിളിച്ചു. അവൻ്റെ വശതയാർന്ന നോട്ടത്തിൽ ആരുവിൻ്റെ ഹൃദയതാളം പൊടുന്നനെ ഉയർന്നു. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് അവളുടെ കാതോരം പതുക്കെ പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നിവിടെയാണെന്ന് പറയാൻ നേരം ആകാശ് പറയുക, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത നീ എന്തിനാടാ ഒന്നുകൂടെ എച്ചിടുന്നതെന്ന്. അവർക്കറിയില്ലല്ലോ എൻ്റെ ലേണേഴ്സ് ടെസ്റ്റ് പോലും കഴിഞ്ഞിട്ടില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് തന്നെ ലേണേഴ്സ് ടെസ്റ്റും എച്ചും 8 അടക്കം ഫൈനൽ ടെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി വണ്ടി ഓടിക്കുന്നുള്ളൂ. അത് കേട്ടതും അവൾ അവനെ ചുണ്ട് കൂർപ്പിച്ച് നോക്കി മുഖം തിരിഞ്ഞു നിന്നതും ജീവ അവളുടെ പിന്നിലൂടെ ചെന്ന് അവളുടെ സാരിക്കിടയിലൂടെ കൈയിട്ട് അവളുടെ അണിവയറിനെ ഒന്ന് തഴുകിയതും അവളുടെ മിഴികൾ അറിയാതെ കൂമ്പി അടഞ്ഞു പോയിരുന്നു. അവൻ്റെ കൈവിരൽ നാഭിച്ചുഴിയിൽ അമർന്നു അതിൻ്റെ ആഴം അളർന്നതും അവളിൽ നിന്നും ശീൽക്കാരങ്ങൾ ഉയർന്നു വന്നു. ശേഷം അവൻ്റെ കൈ മുകളിലേക്ക് സഞ്ചരിക്കുന്നത് കണ്ടതും സാരിക്ക് മുകളിൽ കൂടി അവൾ അവൻ്റെ കയ്യിൽ പിടിമുറുക്കി. തൻ്റെ പ്രവൃത്തിക്ക് തടസ്സം സൃഷ്ടിച്ച അവളുടെ കൈ തൻ്റെ വലത് കൈയാലെ എടുത്തുയർത്തി തൻ്റെ ചുണ്ടോട് ചേർത്തതും അവൻ്റെ ഇടത് കൈ അന്നേരം അവളുടെ മാറിൽ അമർന്നിരുന്നു. ഒരു തരം പിടച്ചിലൂടെ അവൾ അവന് നേരെ തിരിഞ്ഞു. അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിയപ്പോഴും അവളുടെ നെഞ്ചെടുപ്പ് ക്രമാതീതമായി ഉയർന്നു കൊണ്ടേയിരുന്നു. ഇങ്ങനെ പേടിച്ചു വരച്ച ഈ കുഞ്ഞു ഹൃദയം ഇപ്പോൾ പൊട്ടും കേട്ടോ. അവൻ്റെ ആർദ്രമായ ആസ്വരം വീണ്ടും കാതിൽ പതിഞ്ഞു. അവൻ അവളെ തിരിച്ചു നിർത്തി തൻ്റെ നെഞ്ചോടടുപ്പിച്ചു. അവളുടെ പിൻകഴുത്തിലെ മുടി വകഞ്ഞു മാറ്റി അവിടെ ചുണ്ട് പതിപ്പിച്ചു. അവളുടെ തോളിലൂടെ ചെറുതായി ഊതി ഊതി കാതോരമെത്തി. കാതിൻ തുമ്പ് നുണഞ്ഞുകൊണ്ട് അവിടെ പല്ലുകൾ ആഴ്ത്തിയതും അവൾ നീങ്ങിപ്പോയി. അവളുടെ വലത് കൈക്ക് മുകളിലൂടെ അവൻ പതിയെ വിരലോടിച്ച് തലോടിക്കൊണ്ട് മുകളിലേക്ക് ചലിപ്പിച്ചു കൊണ്ടേയിരുന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ കണ്ണുകൾ ഇറകെ പൂട്ടി തൻ്റെ തലഭാഗം ഇടത് തോളോട് ചേർത്ത് ചരിച്ചു വെച്ചു. അവൻ്റെ വിരലുകൾ തോളിൽ നിന്നും കഴുത്തിലേക്ക് അരിച്ചിറങ്ങിയതും അതവളിൽ ഇക്കിളി കൂട്ടി തുടങ്ങി. അവനിൽ നിന്നും അകന്നു മാറി ഓടിപ്പോകാനൊരുങ്ങവേ അവൻ്റെ കരങ്ങൾ അവളുടെ സാരിത്തലപ്പിൽ പിടിമുറുക്കിയിരുന്നു. അതോടെ അവളുടെ ഓട്ടം അവിടെ അവസാനിച്ചു. തൻ്റെ സാരിയിൽ നിന്നും അവൻ പിടിവിടാനുള്ള ഉദ്ദേശമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ ആരു സാരി ഊരിപ്പോവാതിരിക്കാൻ ഇരു കൈക്കൊണ്ടും മുകളിലത്തെ പ്ലീറ്റ്സിൻ്റെ പിൻ ചെയ്ത ഭാഗത്തെ പിടിച്ചുകൊണ്ട് തിരിഞ്ഞതും തൊട്ടടുത്ത നിമിഷം മാറിലെ മറ നീക്കിക്കൊണ്ട് അവൻ അവളുടെ സാരി കൈക്കുള്ളിലാക്കിയിരുന്നു. അവളെയും കോരിയെടുത്ത് ബെഡിനരികിലേക്ക് നടക്കുമ്പോൾ ജീവയുടെ കണ്ണുകൾ അവളുടെ നാണം കൊണ്ട് പൂത്തുലഞ്ഞ മുഖത്ത് ഒഴുകി നടന്നു. അവളെ ബെഡിൽ കിടത്തി അവളുടെ മൂർത്താവിൽ ചുംബിച്ചു. അവളുടെ മുഖത്താകമാനം അവൻ ചുംബനം കൊണ്ട് മൂടുമ്പോൾ ആരുവിൻ്റെ ചുണ്ടുകൾ യാന്ത്രികമായി
അവൻ്റെ ഇരു കണ്ണുകളിലും പതിഞ്ഞു. അന്നേരം വിടർന്ന കണ്ണാലെ അവൻ അവളെ മുഖമുയർത്തി നോക്കിയതും അവൾ അവൻ്റെ ഇരു കവിളിലും മൂക്കിൻ തുമ്പിലും ചുംബിച്ചു. ജീവയെ അമ്പരപ്പിച്ചുകൊണ്ട് അവൾ അവൻ്റെ ചുണ്ടോട് ചുണ്ടടിപ്പിച്ച് നുകർന്നതും അവനിൽ ആശ്ചര്യം നിറഞ്ഞു. അവളിലെ മാറ്റം കണ്ട് അവൻ്റെ മനസ്സ് കുളിരണിഞ്ഞു. തൻ്റെ പാതിയുടെ മനസ്സറിഞ്ഞു ഇരുവരും പ്രണയം കൈമാറിക്കൊണ്ടിരുന്നു. അധികം വൈകാതെ അത് മറ്റു പലതിലേക്കും വഴിമാറി. ജീവയുടെ കൈ അവളുടെ പാവാടയുടെ വള്ളിയിൽ അമർന്നതും ആരു കണ്ണിറുക്കി അടച്ചു. തന്നിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നും അടർന്നു പോകുന്നത് ആരു സ്വപ്ന ലോകത്തെന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു. തൻ്റെ മുന്നിൽ പൂർണ്ണ നഗ്നയായി കിടക്കുന്ന പെണ്ണുടലിൻ്റെ സൗന്ദര്യം അവനേറെ പ്രണയത്തോടെ ആവോളം ആസ്വദിച്ചു. അവളുടെ ഓരോ അണുവിലും ചുംബനങ്ങൾ കൊണ്ട് മൂടി അവളിലെ പെണ്ണിനെ ഉണർത്തി അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ഉന്മാദത്തിൻ്റെയും അനുഭൂതിയുടെയും മായാലോകത്തെത്തിയ ആരുവിന് അന്നേരത്തെ വേദന പോലും സുഖമുള്ള നോവായി തോന്നി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ മാന്ത്രികത തീർത്തതിനാൽ അവൾ ആ നോവ് അറിഞ്ഞതേയില്ല. ഒരു പേമാരിയായി അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളിലെ പെണ്ണിനെ അറിഞ്ഞു. ശേഷം ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് തളർന്നു വീണു.